പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രഭാതത്തിൽ സുഖത്തോടെ ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട മനോഹര നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ എൻ്റെ എല്ലാ ശ്രോതാക്കളോടും ഈ പ്രഭാതത്തിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതം വരെ നമ്മൾ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ധാരാളം പോസിറ്റീവ് കമൻസുകൾ എനിക്ക് ലഭിക്കപ്പെടുവാനിടയായി. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് തരുവാനിടയായി. അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്നെ ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള ഹൃദയംഗമായ നന്ദിയും വന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രഭാതം മുതൽ നമ്മളൊരു പുതിയ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രഭാത ചിന്തയുടെ പ്രമേയം പുതിയ നിയമത്തിലെ ഈടുറ്റ ലേഖനങ്ങൾ ധാരാളമുണ്ട്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തന്നെ 14 ലേഖനങ്ങൾ എഴുതി. അതുകൂടാതെ യാക്കോബ് ലേഖനം എഴുതിയിട്ടുണ്ട്, പത്രോസ് എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, യൂദ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ലേഖനങ്ങളുടെ ഒരു നല്ല ശൃംഖല നമുക്ക് പുതിയ നിയമത്തിൽ ലഭിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് ലഭിക്കപ്പെട്ടത്? ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് ലഭിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ 21 ലേഖനങ്ങളാണ്. അതിൽ 4 സുവിശേഷ പുസ്തകങ്ങളുണ്ട്, ഒരു ചരിത്ര പുസ്തകമുണ്ട്, ഒരു പ്രവചന ഗ്രന്ഥമുണ്ട്. ബാക്കി ഈ 27-ൽ 21 ലേഖനങ്ങൾ അത് ദൈവസഭയ്ക്ക് ലഭിക്കപ്പെട്ട കത്തുകളാണ്. അങ്ങനെയാണ് നാം പഠിക്കുന്നത്. കത്താണ് ദൈവസഭയ്ക്ക് ലഭിക്കപ്പെട്ട കത്ത്. അപ്പോൾ ഈ കത്തുകൾ എന്തിനാണ് കർത്താവ് ദൈവസഭയ്ക്ക് അയച്ചു കൊടുത്തത്? ദൈവസഭയ്ക്ക് കത്ത് കൈമാറാനുള്ള കാരണം, ഒരു 5 കാരണങ്ങൾ ഞാൻ പറയാം. നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് യാക്കോബ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ലേഖനമാണ്, യാക്കോബിൻ്റെ ലേഖനമാണ്. എന്നാൽ അതിനെക്കുറിച്ച് നാം വിശദമായി പഠിക്കുന്നതിന് മുൻപ് നാം അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു ദൈവസഭയ്ക്ക് ദൈവം അയച്ച കത്ത്, ലെറ്റർ, ആ കത്ത് എന്തിനാണ്? ഒന്ന്, ഞാൻ പറഞ്ഞു 5 കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയാം. അതിൽ ദ ഫസ്റ്റ് റീസൺ, ദൈവസഭയെ പഠിപ്പിക്കാനാണ് ലേഖനങ്ങൾ ദൈവം ദൈവസഭയ്ക്ക് കൊടുത്തത്. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റീസൺ കർത്താവ് എടുക്കാൻ കാരണം കർത്താവ് 3.5 വർഷം മാത്രമേ തൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. ആ 3.5 വർഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോകുകയും അവരെ കഴിവിൻ്റെ പരമാവധി പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇനിയും നിങ്ങളോട് പറവാൻ എനിക്ക് വളരെയുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പം 3.5 വർഷത്തെ ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ
കർത്താവിന് പറയാൻ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം, അപ്പൻ്റെ ഹിതം നിറവേറ്റിയല്ലേ പറ്റൂ. അതുകൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുവാനിടയായി. അങ്ങനെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയ കർത്താവ് എന്താണ് ചെയ്തത്? ശിഷ്യന്മാരോട് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ഞാൻ പോയതിന് ശേഷം മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അതായത് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 14:26 നാം ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് വേണ്ടുന്നതെല്ലാം ഉപദേശിച്ച് തരും എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിന് നമ്മെ പഠിപ്പിക്കാനുണ്ടായിരുന്നത് ഉള്ളത്? ഒന്ന്, രക്ഷ എങ്ങനെയെന്ന് റോമർ ഗലാത്യ ലേഖനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിമത്യോസിൻ്റെയും തീത്തോസിൻ്റെയും ലേഖനങ്ങളിൽ കൂടെ സഭയെ എങ്ങനെ നടത്തണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കൊലോസ്യർ, എബ്രായർ കൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനം 1-2 ആ ലേഖനങ്ങളിൽ കൂടെ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാ വ്യത്യസ്തമായ ആശയ സംഭാഷണങ്ങൾ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ കർത്താവ് നമുക്ക് നൽകി തന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവൽ. ദയവായി എൻ്റെ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ഒന്ന് ഫോളോ ചെയ്ത്, ഷെയർ ചെയ്ത്, ഒന്ന് കമൻറ്റ് ചെയ്ത്, നിങ്ങൾ ഇത് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.